എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടനയുടെ അന്തഃസത്തയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഭാരതത്തിന്റെ ഭരണഘടന സമഗ്രമായതും സമ്പൂർണ്ണമായതാണെന്നും അതിന്റെ അന്തഃസത്ത വൈവിധ്യമാർന്നതാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഇത്തരം ചിന്തകൾ നൽകുവാൻ തക്ക വിധത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളായ ആർ.വി. തോമസിനെ പോലെയുള്ളവർ ഉണ്ടായിരുന്നെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. താൻ വായിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹത്തരമായത് ഭരണഘടനയാണെന്നും അതിന്റെ ചൈതന്യം മുറുകെ പിടിക്കുവാൻ ഓരോ ഭാരതീയനും കടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥം ഏതാണ് ഇതുവരെ വായിച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞു, ഇതുവരെ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഗ്രന്ഥം ഇന്ത്യയുടെ ഭരണഘടനയാണ്. അതിനേക്കാൾ വലിയൊരു ഗ്രന്ഥം വായിച്ചിട്ടില്ല. അത്രയും മനോഹരമായി തയ്യാറാക്കിയ ലിഖിതമായ ഒരു ഭരണഘടന. ഓരോ പ്രൊവിൻസുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠരായ ആളുകൾ, നിയമപണ്ഡിതരായ ആളുകൾ ആവേശകരമായ കണ്ടന്റുള്ള ചർച്ചകൾ നടത്തി, ഡിബേറ്റ് നടത്തി തയ്യാറാക്കിയ അതിമനോഹരമായ ഒരു ഭരണഘടന. വൈവിധ്യമാർന്ന ചോദ്യങ്ങൾക്ക് മനോഹരമായ മറുപടികൾ നൽകിക്കൊണ്ട് പണ്ഡിറ്റ് നെഹ്റുവും രാജേന്ദ്ര പ്രസാദും ഡോക്ടർ അംബേദ്കറും എല്ലാം സംസാരിച്ച മറുപടികൾ. ഏത് കാര്യത്തിലും സംശയമുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പ്രൊസീഡിങ്സിലേക്ക് പോയാൽ മതി. അവിടെ എല്ലാത്തിനുമുള്ള മറുപടിയുണ്ട്. ദ ഐഡിയ ഓഫ് ഇന്ത്യ, ഇന്ത്യ എന്നുള്ള അതിമനോഹരമായ ആശയത്തിന്റെ പ്രോഡക്റ്റാണത്. 5000 വർഷക്കാലത്തോളം രാജ്യത്തിനൊരു മഹിതമായ ഒരു പാരമ്പര്യമുണ്ട്, ഒരു വലിയ ലെഗസി ഉണ്ട് രാജ്യത്തിന്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാ വൈവിധ്യങ്ങളെയും ജനപദങ്ങളെയും മതവിഭാഗങ്ങളെയും എല്ലാം ഇരുകൈകളും നീട്ടി സ്വീകരിച്ചൊരു പാരമ്പര്യം. ഇൻക്ലൂസീവായിരുന്നു രാജ്യം. സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിരുന്നു ദേശീയ പ്രസ്ഥാനം. ഗാന്ധിയും നെഹ്റുവും ഈ രാജ്യത്തുടനീളം സഞ്ചരിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചു. ഈ കേരളത്തിൽ, ഈ ചെറിയ സംസ്ഥാനത്ത് വിമാനങ്ങളില്ലാതിരുന്ന കാലത്ത് തീവണ്ടിയിലെ 3ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ കയറി 33 സ്ഥലത്ത് വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി. പാലായിൽ ആർ.വി. തോമസിന്റെ 71ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആർ.വി. തോമസ് സ്മാരക പുരസ്കാര സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. ആർ.വി. തോമസ് പുരസ്കാരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എക്ക് വി.ഡി. സതീശൻ സമർപ്പിച്ചു. ഏറ്റവും വിലപിടിപ്പുള്ള അവാർഡായി ഞാൻ കണക്കാക്കുകയാണ്. ആർ.വി. തോമസ് സാറിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഈ പാലാ പട്ടണത്തിൽ തലമുറകളായി അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ ജനസമൂഹത്തിൻ്റെ മധ്യത്തിലുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വളരെ സമ്പൂജ്യനായ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എത്രയോ വലുതാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. സർ സി.പി. രാമസ്വാമിയുടെ നേതൃത്വത്തിൽ ദിവാൻ ഇവിടെ ഭരണം നിയന്ത്രിച്ചു കൊണ്ടിരുന്ന കാലത്ത് ആ ദിവാനോട് മുഖാമുഖം കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കാത്ത ആത്മശക്തിയുള്ള വ്യക്തിയായിരുന്നു. ദേശസ്നേഹം കൊണ്ട് വളരെ ഉജ്ജ്വലമായ പശ്ചാത്തലമുണ്ടാക്കിയ നമ്മുടെ ആർ.വി. തോമസ് സാർ എന്ന് ഞാൻ ഓർക്കുകയാണ്. യോഗത്തിൽ ആർ.വി. സ്മാരക സമിതി പ്രസിഡന്റ് ഡോക്ടർ സിറിയക് തോമസ് അധ്യക്ഷനായിരുന്നു. ഭരണമാറ്റത്തിനായിട്ടുള്ള ഈ പ്രചാരണത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. ബിക്കോസ് വി ഹാവ് നോ അതർ ഓപ്ഷൻ ബട്ട് ടു സീ ദാറ്റ് ദ പ്രസന്റ് ഗവൺമെന്റ് ഈസ് ഗോൺ. ഇപ്പോൾ ഇരിക്കുന്ന ഭരണം 2 കാലാവധികൾ പൂർത്തിയാക്കുമ്പോൾ ഇനി 3ാമതൊരു കാലാവധി അവർക്ക് നൽകുന്നത് അവർ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അംഗീകാരമാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നമ്മളും ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സ്ട്രഗിൾ എന്ന് ഗാന്ധിജി പറഞ്ഞല്ലോ, ഡു ഓർ ഡൈ എന്നല്ലേ ഗാന്ധിജി നമ്മളോട് പറഞ്ഞത്. നമുക്ക് ആ സ്മരണയിൽ, ഗാന്ധിജിയുടെ സ്മരണയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെയും കാണാനും അതിൽ എല്ലാ ഭേദചിന്തകളും മറന്ന് പരസ്പരം ഒന്നിച്ചു ചേർന്ന് ആത്മാർത്ഥതയോട് പ്രവർത്തിക്കാനും കഴിയുമാറാകട്ടെ. കൂടുതൽ ഘടകകക്ഷികൾ ഇങ്ങോട്ട് വന്നാൽ അവരെ സ്വീകരിക്കാനുള്ള സന്മനസ്സും നമുക്കുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് മുൻ മന്ത്രി പി.ജെ. ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാലായിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. എല്ലാ വർഷവും ഈ പരിപാടി നടക്കുമ്പോൾ ഒട്ടേറെ മഹത്തുക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട്. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം.എൽ.എ, അവാർഡ് ജേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ, മാണി സി കാപ്പൻ എം.എൽ.എ, നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം, തോമസ് ആർ.വി. ജോസ്, സീന ടോണി ജോസ്, ഡോക്ടർ സാബു ഡി മാത്യു എന്നിവർ പ്രസംഗിച്ചു.